പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 നവംബർ മാസം 14-ാം തീയതി വ്യാഴാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും നന്മയുടെയും ദിനമായി ദൈവകൃപയോടെ കാക്കപ്പെടേണ്ടതിനായി നമുക്കൊന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം എന്നുള്ള വലിയ ആഹ്വാനത്തോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 3 വേഴ്സ് 14 നാം ഇപ്രകാരം വായിക്കുന്നു: ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. എബ്രായ ലേഖനകർത്താവിനെ കുറിച്ച് ഇന്നും വേദപുസ്തക പഠിതാക്കളുടെ ഇടയിൽ പല വിധത്തിലുള്ള ചിന്തകളും ഡിസ്കഷനും നടക്കുന്നുണ്ട്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ആണ് എന്ന് 90% ദൈവമക്കൾ പഠിതാക്കൾ അവകാശപ്പെടുന്നു. എഴുത്തുകാരൻ ആരാണെന്നുള്ള തർക്കം നിലനിൽക്കെ എബ്രായ ലേഖനം ശക്തമായ ആത്മീയ ദൂത് നമുക്ക് നൽകുന്നു എന്നതിൽ ഒരു തർക്കവും ഇല്ല. 3-ാം അധ്യായം ആരംഭിക്കുമ്പോൾ പറയുകയാണ്: വിശുദ്ധന്മാരായ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായിരിക്കുന്നവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കുക. ആ യേശുക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കാത്തത് കൊണ്ടാണ് വിശ്വാസ ജീവിതത്തിൽ പതറിപ്പോകുന്നത്. അങ്ങനെ വന്ന് എഴുത്തുകാരൻ പറയുകയാണ്: നിങ്ങളുടെ ഹൃദയത്തിൽ ദുഷ്ടത പെരുകി കഠിന ഹൃദയമായി പോകരുത്. അങ്ങനെ കഠിന ഹൃദയമായി പോകുമ്പോൾ ദൈവകൃപയിൽ നിന്നും അന്യപ്പെട്ടു പോകും. എങ്ങനെയാണ് ആദ്യ വിശ്വാസത്തിൽ നിലനിൽക്കാതെ അന്യപ്പെട്ടു പോയത്? അതിന്റെ വ്യക്തമായ തെളിവാണ് താഴോട്ടുള്ള വാക്യങ്ങൾ, അഥവാ 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമാക്കുന്നു. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടത് വലിയ വിശ്വാസത്തോടായിരുന്നു, വലിയ ഒരുക്കത്തോടായിരുന്നു. പക്ഷേ യാത്ര തിരിച്ച് മുൻപോട്ട് പോയപ്പോൾ വിശ്വാസം പതറി. അതുകൊണ്ട് 40 വർഷം ദൈവം അവരെ മരുഭൂമിയിൽ അലഞ്ഞു നടക്കുവാൻ ഇടയാക്കി. അങ്ങനെ അവിശ്വസിച്ചവരാരും വാഗ്ദത്ത ഭൂമിയിൽ എത്തിയില്ല. ആ കൂട്ടത്തിൽ 2 പേർ മാത്രമേ എത്തിയുള്ളൂ. നൂന്റെ മകനായ യോശുവയും യെഫുന്നയുടെ മകനായ കാലേബും. ബാക്കിയുള്ളവര് മുഴുവനും മരുഭൂമിയിൽ പട്ടുപോയി. അങ്ങനെയെങ്കിൽ ഇന്നത്തെ വാഗ്ദത്ത വചനം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? അതെ, 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നാം സശ്രദ്ധ നോക്കുകയും 19-ാമത്തെ വാക്യം നമ്മളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു: അവർ എത്താതെ മരുഭൂമിയിൽ പട്ടുപോയി. അതുപോലെ എന്റെയും നിങ്ങളുടെയും ക്രിസ്തുവിലുള്ള ആദ്യ വിശ്വാസം നാം നഷ്ടപ്പെടുത്തിയാൽ ക്രിസ്തുവിന്റെ പങ്ക് നമുക്ക് ലഭിക്കാതെ, ക്രിസ്തുവിന്റെ പങ്കിൽ നിത്യതയിൽ ചേരാൻ കഴിയാതെ ഞാനും നിങ്ങളും അന്യപ്പെട്ടു പോകും. പ്രിയ ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതം ഒരു വിശ്വാസത്തിന്റെ ഓട്ടക്കളമാണ്. ഞാനും നിങ്ങളും
ഇറങ്ങിയ കാലത്തെ യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച് സ്വീകരിച്ച ആ കാലഘട്ടത്തിലെ വിശ്വാസം ഇന്ന് നമുക്കുണ്ടോ? എന്നെ കേൾക്കുന്നവരിൽ അനേകർ വളരെ ആത്മധൈര്യത്തോടും ആത്മവിശ്വാസത്തോടും അതിലേറെ അഭിമാനത്തോടും പറയും, ഞാൻ 1990-ൽ 95-ൽ 2000-ൽ 2010-ൽ ഇന്ന കൺവെൻഷന്, ഇന്ന ഉപവാസ പ്രാർത്ഥനയ്ക്ക്, ഇന്ന കൂട്ടായ്മയിൽ ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്, ഞാൻ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നതാണ്, ഞാൻ അഭിഷേകം പ്രാപിച്ചതാണ്, ഞാൻ സ്നാനപ്പെട്ടതാണ്, ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയതാണ്, ഞാനൊരു ഉപദേശിയാണ്, ഞാനൊരു പാസ്റ്ററാണ്, ഞാനൊരു ഇവാഞ്ചലിസ്റ്റ് ആണ്. സഹോദര, സഹോദരി, ദൈവദാസ, എല്ലാം ശരിയാണ്. പക്ഷേ അന്നത്തെ ആ ആദ്യ വിശ്വാസം 2024 നവംബർ 14 വ്യാഴാഴ്ച എന്നിലും നിങ്ങളിലും ഉണ്ടോ? അവിടെയാണ് ചോദ്യം. അതിനൊരു കൃത്യമായ ഉത്തരം കൊടുക്കുവാൻ, സത്യസന്ധമായി ഒരു ഉത്തരം കൊടുക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾ പങ്കാളികൾ ആവുകയില്ല. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടവർ അവിശ്വാസത്താൽ മരുഭൂമിയിൽ പട്ടുപോയതുപോലെ ഞാൻ നിങ്ങളും നിത്യതയിൽ എത്താതെ അവിശ്വാസത്തിന്റെ ചിന്ത എന്നിലും നിങ്ങളിലും ഉള്ളതിനാൽ ഈ ഭൂമിയാകുന്ന ജീവിതയാത്രയാകുന്ന മരുഭൂമിയിൽ പട്ടുപോകും. അതുകൊണ്ട് നാം എന്തു ചെയ്യണം? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, ഭാരങ്ങൾ, പ്രതികൂലങ്ങൾ പ്രാർത്ഥനയോടെ, ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തോടെ, ഇന്നത്തെ വാഗ്ദത്ത വചനം ലഭിച്ച 3-ാം അധ്യായം 1-ാം വാക്യത്തിലെ പോലെ യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് മുൻപോട്ട് യാത്ര തിരിക്കണം. മിസ്രൈമ്യരെയും ഇന്ന് പുറപ്പെട്ടപ്പോൾ ഇസ്രായേൽ ജനത്തിനെയും നേരിട്ട വിഷയം എന്താണ്? ഞങ്ങൾ എന്ത് ഭക്ഷിക്കും, എന്തു കുടിക്കും, ഞങ്ങൾ എവിടെ താമസിക്കും, ഞങ്ങളുടെ തലമുറ, ഞങ്ങളുടെ കൃഷിയിടം, ഞങ്ങളുടെ നിലനിൽപ്പ്, ഞങ്ങളുടെ സെക്യൂരിറ്റി, ഞങ്ങളുടെ കംഫർട്ടബിലിറ്റി, ഇത് അവരെ വല്ലാതെ അലട്ടി. മോശയ്ക്കെതിരെ, ദൈവത്തിനെതിരെ, യോശുവയ്ക്കെതിരെ, അഹരോനെതിരെ പിറുപിറുക്കുവാനിടയായി. ഇത് മിസ്രൈമിൽ നിന്ന് യാത്ര തിരിച്ച ഇസ്രായേലിനെ കുറിച്ച് പറയാൻ നമുക്ക് വലിയ ഇഷ്ടവും സന്തോഷവുമാണ്. അതിൽ നിന്നും ഇന്ന് നമുക്ക് എന്ത് വ്യത്യാസമാണുള്ളത്? ഉണ്ട്. കുറച്ചുകൂടെ ഡിമാൻഡ്സ് കൂടി. രക്ഷിക്കപ്പെടുന്നതും കൂട്ടായ്മയ്ക്ക് പോകുന്നതും ആരാധനയ്ക്ക് പോകുന്നതും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നതും കർത്തൃമേശ കൈക്കൊള്ളുന്നതും ദശാംശം കൊടുക്കുന്നതും വീട്ടിൽ പ്രാർത്ഥന നടത്തുന്നതും എന്തിനു വേണ്ടിയാ? കാര്യം നടക്കാൻ. എല്ലാ മാസവും മുടങ്ങാതെ വീട്ടിൽ ഉപവാസം, എല്ലാ വർഷവും നമ്മൾ സ്പോൺസർ ചെയ്ത് കൺവെൻഷൻ എന്ന് വേണ്ട, എന്തൊക്കെയോ പരിപാടികൾ ചെയ്യുന്നു. ഇത് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനത്തെക്കാൾ ഇന്നത്തെ നൂറ്റാണ്ടിന് ചേർന്ന പരിഷ്കരിക്കപ്പെട്ട ദൈവത്തിന്റെ കൈക്കൂലിയാണെന്ന് വചനപ്രകാരം ഞാൻ ഇന്ന് പറയുവാൻ താല്പര്യപ്പെടുകയാണ്. നമ്മൾ ദൈവത്തെ നമ്മുടെ വരുതിക്ക് പിടിച്ചു കെട്ടുകയാണ്. വിശ്വാസത്തിന്റെ ആഴം കൊണ്ടൊന്നും അല്ല ദശാംശം കൊടുക്കുന്നതും പ്രാർത്ഥിക്കുന്നതും സുവിശേഷ വേല ചെയ്യുന്നതും വീട്ടിൽ പ്രാർത്ഥന വെക്കുന്നതും ആരാധനയ്ക്ക് പോകുന്നതും സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നതും കൊയറിപ്പാടുന്നതും
സുവിശേഷ യജ്ഞങ്ങളിൽ പങ്കുചേരുന്നതും പിന്നെന്തിനാ? രോഗം വരരുത്, പ്രശ്നമൊന്നും ഉണ്ടാകരുത്, കുഞ്ഞുങ്ങള് ഓക്കെ ആയിരിക്കണം, കുഞ്ഞുങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരരുത്, അവർക്ക് ഉന്നതമായ വിദ്യാഭ്യാസം, വലിയ സ്ഥാപനങ്ങളിൽ ഉന്നതമായ ജോലി, ഏറ്റവും നല്ല കുടുംബജീവിതം, അവർക്ക് ധന്യമായ കുഞ്ഞുങ്ങൾ, ഫിനാൻഷ്യലി വളരെ സൗണ്ടായി നിൽക്കണം, എല്ലാ ജീവിത സാഹചര്യങ്ങളും, ഞങ്ങളുടെ ആരും മരിക്കരുത്, ഒരു പ്രാവശ്യം പോലും ഹോസ്പിറ്റലിൽ പോകുവാൻ ഇടയാകരുത്. പ്രിയമുള്ളവരെ, ഇതൊക്കെയല്ലേ ആത്യന്തികമായി നമ്മുടെ ഉള്ളിലിരിപ്പ്? ഇതിനു വേണ്ടിയല്ലയോ ഈ വേദപുസ്തകം എടുത്തുകൊണ്ട് തെക്കോട്ടും വടക്കോട്ടും നടക്കുന്നത്? അല്ലാതെ കർത്താവിനെ സേവിക്കാനാ? കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടാനാ? ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള ഭക്തന്മാർ അനേകരുണ്ടായിരുന്നു. അതിന്റെ പരിണിത ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന നന്മ. ഇന്നും നിശ്ചയമായും വിരലിൽ എണ്ണാവുന്നവർ ഉണ്ടായേക്കാം. അവരുള്ളത് കൊണ്ട്, അതെ, ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, 10 നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ സോദോം ഗൊമോറയെ നശിപ്പിക്കുകയില്ല. എവിടെയോ 10 പേരുള്ളത് കൊണ്ട് ഞാൻ നിങ്ങൾ ഇന്നും ജീവനോടെ ഇരിക്കുന്നു, നന്മകൾ അനുഭവിക്കുന്നു. ആകയാൽ എന്റെയും നിങ്ങളുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? അതാണ് ഇന്നത്തെ വാഗ്ദത്ത വചനമായ എബ്രായർ 3:14. നാം ക്രിസ്തുവിൽ പങ്കുള്ളവരായി തീരണം. എന്താണ് ക്രിസ്തുവിൽ പങ്കുള്ളവരാകുക? കൊട്ടാര സദൃശ്യമായ വീട് വാങ്ങുന്നതോ, ഏക്കർ കണക്കിന് എസ്റ്റേറ്റ് വാങ്ങുന്നതോ, എവിടെല്ലാം പോയാലും ഫ്ലാറ്റുകൾ വാങ്ങി കൂട്ടുന്നതോ, ബാങ്ക് ബാലൻസോ, ഇതാണോ ക്രിസ്തുവിൽ പങ്കുള്ളവരാകുക? അല്ല. നിത്യതയിൽ കർത്താവിനോട് കൂടി ആയിരിക്കുവാൻ നമുക്ക് കഴിയണം. അതിനെന്താണ് ചെയ്യേണ്ടത്? ഒരു കർമ്മമാർഗങ്ങളും വേണ്ട, ഒരു പുണ്യ സ്ഥലങ്ങളും സന്ദർശിക്കണ്ട, എവിടെയും പോയി മുട്ടുമടക്കണ്ട, ഒരു തിരിയും കത്തിക്കണ്ട, ഒരു ദൈവദാസന്റെ അടുക്കലും പോകണ്ട, ആരെ കൊണ്ടും തലയിൽ കൈവെപ്പിക്കുകയും വേണ്ട. ആദ്യ വിശ്വാസം, ഞാൻ എന്റെ യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ചു, സ്വീകരിച്ച്, വിശ്വസിച്ച് ഹൃദയം കൊണ്ട് സ്വീകരിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്ത ആ വിശ്വാസം നമ്മുടെ അവസാന ശ്വാസം വരെ നിലനിർത്തിയാൽ നാം ക്രിസ്തുവിൽ പങ്കുള്ളവരായിത്തീരും. അതെ, ആ ആദ്യ വിശ്വാസം നമ്മുടെ ഉള്ളിൽ കയറിയ നാൾ മുതൽ നമ്മുടെ അവസാന ശ്വാസം വരെയുള്ള ഒരു കാലഘട്ടമുണ്ടല്ലോ, ഒരു ബ്രാക്കറ്റ് പീരീഡ്. ചിലർക്ക് 1 മാസം, 5 വർഷം, 10 വർഷം, 20 വർഷം ദൈവം കൊടുക്കുന്ന ആയുസ്. ആ ബ്രാക്കറ്റ് പീരീഡ് നമ്മുടെ പ്രവാസകാലമാണ്. ഭാരമുള്ള, പ്രയാസമുള്ള, ആദ്യ വിശ്വാസം വിട്ടുകളയത്തക്ക വിധത്തിലുള്ള പരിശോധനകൾ നിറഞ്ഞതാണ്. രോഗങ്ങളും വേദനകളും നിറഞ്ഞതാണ്. നിന്ദയും പഴിയും ദുഷിയും പ്രതിസന്ധിയും നിറഞ്ഞതാണ്. മാതാപിതാക്കളുടെ പ്രശ്നം, സഹോദരങ്ങളുടെ പ്രശ്നം, കുടുംബക്കാരുടെയും കൂട്ടക്കാരുടെയും പ്രശ്നം, സഭയിൽ നിന്നുണ്ടാകുന്ന പ്രശ്നം, കൂട്ടായ്മയിൽ നിന്നുണ്ടാകുന്ന പ്രശ്നം, ഭർത്താവും ഭാര്യയും തമ്മിലുള്ള പ്രശ്നം, മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, സുഹൃത്തുക്കൾ,
ജോലിസ്ഥാനത്ത് ഇവിടെയൊക്കെ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, അടിക്കടി വരുന്ന രോഗങ്ങൾ, കടബാധ്യതകൾ, നിയമക്കുരുക്കുകൾ, ആരോഗ്യ ബുദ്ധിമുട്ടുകൾ, ഇവിടെയൊക്കെ ഇയ്യോബിനെ പോലെ നാവ് കൊണ്ട് പോലും പാപം ചെയ്യാതെ ആദ്യ വിശ്വാസത്തിൽ ഞാൻ നിങ്ങളെ ഉറച്ചു നിൽക്കണം. അങ്ങനെ ഉറച്ചു നിൽക്കുമ്പോൾ ഹല്ലേലൂയ, ഇന്നത്തെ വാഗ്ദത്ത വചനം പറയുന്നു, നാം ക്രിസ്തുവിൽ പങ്കുള്ളവരായി തീരും. നിത്യതയുടെ തുറമുഖത്ത് എത്തുവാൻ ഇടയാകും. ഇവിടെ ഞാൻ നിങ്ങളും ഏത് പേര് കേട്ട് സഭയുടെ അംഗമാണെന്നുള്ളത് ദൈവത്തിനൊരു വിഷയമല്ല കേട്ടോ. ഏത് പേര് കേട്ട കുടുംബത്തിലെയാ? തോമസ് ലീഹ മാമോദീസ മുക്കിയതാണോ? പേര് കേട്ട കുടുംബമാണോ? 6-7 PhD ഉണ്ടോ? 10 സംഖ്യയാണോ ശമ്പളം? ഇതൊന്നും എന്റെ തമ്പുരാനൊരു വിഷയമല്ല. വിഷയം നിന്റെ ആദ്യ വിശ്വാസം നിന്നിലുണ്ടോ? ജീവജലം കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, എന്റെ പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തീയ ജീവിതം ഓട്ടക്കളമാണ്, ഒരു വലിയ യുദ്ധക്കളമാണ്. തകർന്നു പോകരുത്, വീണു പോകരുത്. വീഴിക്കുവാൻ ചുറ്റുപാട് അനേകരുണ്ട്, തള്ളിയിടുവാനുണ്ട്, ചവിട്ടിയിടുവാനുണ്ട്. വീഴാതെ ക്രിസ്തുവിൽ പങ്കുള്ളവരായി തീരുവാൻ ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മോട് വിരൽ ചൂണ്ടുകയാണ്. ആകയാൽ വിവിധങ്ങളായ വിഷയത്തിൽ കൂടെ കടന്നു പോകുന്നവർ എന്നെ കേൾക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വിവിധങ്ങളായിട്ടുള്ള ശോധനകൾ വരുമ്പോൾ കർത്താവിനെ കൂടുതൽ സ്നേഹിക്കുന്നു. എന്റെ വിശ്വാസ ജീവിതത്തിൽ നിന്നും 1 ഇഞ്ച് പോലും പുറത്തു പോകാതെ വണ്ണം ദൈവകൃപയോടെ നിൽക്കുവാനുള്ള ഉയരത്തിലെ ശക്തി എനിക്ക് നൽകണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഓരോ ദിനവും മുന്നേറാം. അങ്ങനെ ക്രിസ്തുവിൽ പങ്കുള്ളവരായി കർത്താവിനോട് ചേർന്ന് യുഗായുഗം നിത്യതയിൽ വസിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഏവരെയും ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. നിത്യമായ സ്നേഹത്താൽ ഞങ്ങളെ എല്ലായ്പ്പോഴും സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാൻ, ഞങ്ങൾ അങ്ങേ കണ്ടുമുട്ടി ബന്ധം തുടങ്ങിയ നാളിന്റെ ആദ്യ വിശ്വാസം ഇന്ന് ഞങ്ങളിലുണ്ടോ എന്ന് സ്വയം ശോധന ചെയ്യുവാൻ അപ്പ ഞങ്ങൾക്ക് ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം. അപ്പ തിരിഞ്ഞു നോക്കുമ്പോൾ രോഗങ്ങളും പ്രശ്നങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും, കുടുംബത്തിന്റെ വിഷയങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ, നിന്ദയും പഴിയും ദുഷിയും ഒക്കെ ഉണ്ടായപ്പോൾ ഞങ്ങൾ പിറുപിറുത്തിട്ടുണ്ട്, പിന്തിരിഞ്ഞിട്ടുണ്ട്, സംശയിച്ചിട്ടുണ്ട്, ചോദ്യം ചെയ്തിട്ടുണ്ട്. ആ കുറവുകളെ ഞങ്ങൾ വാസ്തവമായി ഏറ്റുപറഞ്ഞ് എന്നേക്കുമായി ഉപേക്ഷിക്കുന്നു. ആദ്യ വിശ്വാസത്തിലേക്ക് മടങ്ങി വരുന്നു. അങ്ങയോടുള്ള വലിയ കൂട്ടായ്മയിൽ, അങ്ങയോടുള്ള വലിയ പങ്കുചേരലിൽ നിത്യം ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണം. ഈ ദൈവജനം കേട്ട് തങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഇതിന്റെ മക്കളെ ഏവരെയും അനുഗ്രഹിക്കണം. സ്വർഗീയ നന്മകൾ കൊണ്ട് പൊതിയണം. എല്ലാ സ്വർഗീയ വാഴ്വുകളാലും നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, പ്രശ്നങ്ങളും ഭാരങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ഭക്തനായ പാട്ടുകാരൻ പാടിയതുപോലെ കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിന്റെ ഖനം ഓർത്തിടുമ്പോൾ നൊടി നേരത്തേക്കുള്ള എന്റെ ഈ ലഘുവായ കഷ്ടങ്ങൾ സാരമില്ല. അതെ, അങ്ങനെ നാം ക്രിസ്തുവിൽ
പങ്കുള്ളവരായിത്തീരും. അതിന് നാം ചെയ്യേണ്ടത്, നാം പ്രാപിച്ച, നാം അനുഭവിച്ച, ദൈവത്തോട് ഒട്ടിച്ചേർന്ന ആ ഒന്നാം ദിനത്തിലെ ആദ്യ വിശ്വാസം ജീവപര്യന്തം സൂക്ഷിക്കുക. എന്തെല്ലാം പ്രതികൂലം വന്നാലും അണുവിട വ്യതിചലിക്കാതെ ഉറച്ചു നിന്ന് നല്ല ഒരു പോരാളിയായി വിശ്വാസ പോർക്കളത്തിൽ മുന്നേറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഉറപ്പിച്ച് ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.